സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അഥവാ STDsയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് STDsന് ഉണ്ടാകാറുള്ളത്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾക്ക് ഏർലി സിംറ്റംസ് കുറവായിരിക്കും. സോ ഏർലി സിംറ്റംസ് വളരെ മൈനർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് മേ ബി മൈനർ ഇച്ചിങ് ഉണ്ടാവും, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ടാവും, സ്വെല്ലിങ് അല്ലെങ്കിൽ സ്ലൈറ്റ് പെയിൻ, നേരിയ വേദന അല്ലെങ്കിൽ സ്വെല്ലിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, ഇച്ചിങ് ഒക്കെ ഈ ജെനിറ്റൽ റീജിയനിലൊക്കെ വളരെ മൈനറായിട്ടുള്ള ഒരു സിംറ്റംസ് മാത്രമേ കാണിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഫീമെയിൽസ് ആണെങ്കിൽ ഇൻഫെക്റ്റഡ് ഫീമെയിൽസ് തന്നെ ഒരുപാട് കാലം അസിംറ്റോമാറ്റിക്, ഒരു സിംറ്റംസും കാണിക്കാതെ കുറേ നാൾ ഡിറ്റക്റ്റ് ചെയ്യാണ്ട് തന്നെ അങ്ങനെ പോയി എന്നും വരും. സോ ഇങ്ങനത്തെയൊക്കെ ഏർലി സിംറ്റംസ് വളരെ മൈനർ ആയതുകൊണ്ടും ഫീമെയിൽസ് ആണെങ്കിൽ അവർ സിംറ്റംസ് ഇല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് കാലം അവർ ഡിറ്റക്റ്റ് ചെയ്യാണ്ട് പോകുന്നതുകൊണ്ടും ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയണേ. നോക്കൂ, ആബ്സെൻസ് ഓർ ലെസ് സിഗ്നിഫിക്കൻറ്റ് സിംറ്റംസ്. ചിലപ്പോൾ ഒട്ടും തന്നെ സിംറ്റംസ് കാണിച്ചില്ല എന്ന് വരാം, ചിലപ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത, നമ്മൾ പറഞ്ഞ ഈ മൈനറായിട്ടുള്ള സിംറ്റംസേ കാണിക്കുള്ളൂ എന്ന് വരാം. അതുപോലെ സോഷ്യൽ സ്റ്റിഗ്മ അറ്റാച്ച് ടു STDs. സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ സാമൂഹികമായ ഒരു കളങ്കം, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അത് കാരണം ഈ സൊസൈറ്റിയിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വിഭാഗത്തെ നമ്മൾ അകറ്റി നിർത്തുകയാണ്, നമ്മൾ അവരെ അപ്രൂവ് ചെയ്യാണ്ട് അവരെ മാറ്റി നിർത്തുകയാണ്. അതാണ് ഒരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു മെൻ്റൽ ഇൽനെസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ആയിരിക്കാം. ഇതുപോലത്തെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ തന്നെ ആ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി അവരെ അപ്രൂവ് ചെയ്യാണ്ട് നമ്മളവരെ ഡിസപ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് ഒരു സാമൂഹിക കളങ്കം. സോ ഇതൊരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. എസ്പെഷ്യലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തു പറയാൻ മടിക്കുന്നതിൻ്റെ പ്രധാനമായൊരു കാരണം ഈ സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇങ്ങനത്തെ സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും എന്നുള്ള ഒരു പേടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത കാരണം, ഈ സോഷ്യൽ സ്റ്റിഗ്മ കാരണം പലരും ഇതുപോലെ എന്തെങ്കിലും മൈനർ സിംറ്റംസ് ഉണ്ടെങ്കിൽ തന്നെയും ആരോടും പറയാതെ അവരിത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കും. സോ ഈ രണ്ട് പ്രോബ്ലംസ് കാരണം ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവരൊട്ടും തന്നെ ഇങ്ങനത്തെ മൈനർ സിംറ്റംസ് വന്നാലും ഈ സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടെങ്കിലും ഇത് കാരണം അവരെന്ത് ചെയ്യുന്നു, അവർ ടൈമായിട്ട് ഇവർക്ക് എന്ത് സിംറ്റംസ് വന്നാലും എന്ത് പ്രോബ്ലം ഫേസ് ചെയ്താലും ഇവർ ഡോക്ടറിനെ ടൈമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ തയ്യാറാവുകയോ ചെയ്യുകയില്ല. സോ ഇതൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. സോ ആബ്സെൻസ് ഓർ ലെസ് സിഗ്നിഫിക്കൻറ്റ് സിംറ്റം, ഒന്നുകിൽ സിംറ്റംസ് ഇല്ലാതെ വരിക അല്ലെങ്കിൽ വളരെ മൈനറായിട്ട് സിഗ്നിഫിക്കൻ്റ് അല്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ടൈപ്പ് സിംറ്റംസ് കാണിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മ അറ്റാച്ച് ടു STDs. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾക്ക് കാണുന്ന അതുപോലത്തെ ഒരു ഡിസീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിലുള്ള ആ ഒരു സാമൂഹിക കളങ്കം, സോഷ്യൽ സ്റ്റിഗ്മ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ മെയിനായിട്ട് ഡിസ്കറേജ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഇത് രണ്ട് കാരണങ്ങളും ഇൻഫെക്റ്റഡ് പേഴ്സണെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഫോർ ടൈംലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. കറക്റ്റ് വേണ്ട സമയത്ത് ഡോക്ടറിനെ കാണിക്കാനോ ചെക്ക് ചെയ്യാനോ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ തയ്യാറാവുകയില്ല. ഏത് രണ്ട് കാരണങ്ങൾ കൊണ്ട്? സിംറ്റംസിൻ്റെ അഭാവം കൊണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ഒരു സിംറ്റംസും ഇല്ലാതിരിക്കുകയോ, അല്ലെങ്കിൽ സിംറ്റംസ് വളരെ മൈനർ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അനുഭവിക്കേണ്ടി വരികയോ, അതൊരു ഡിസപ്രൂവലായി വരേണ്ടി വരികയോ, അത് തുറന്നു പറയാനുള്ള മടി, ഇതൊക്കെ കാരണം ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇതുപോലെ ഡോക്ടറിനെ ടൈമിൽ സമയത്തിന് കാണിക്കാനോ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളോ എടുക്കാൻ തയ്യാറാകാതെ വരുന്നു. അത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്കാണ് നയിക്കുന്നത്. അതാണ് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഓഫ് STD എന്ന് പറയുന്നത്. ഒന്ന്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ, പെൽവിക് റീജിയനിലുള്ള ആ ഭാഗങ്ങളിലുള്ള ഇൻഫ്ലമേഷൻ. ഫോർ എക്സാമ്പിൾ ഫീമെയിലാണെങ്കിൽ അവരുടെ വൂം അല്ലെങ്കിൽ യൂട്രസ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്, ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഇൻഫ്ലമേഷൻസ് ആണ്. അങ്ങനത്തെ അവിടെ വരുന്ന ആ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡിസീസുകളാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. സോ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ കറക്റ്റ് ടൈമിൽ ഡിറ്റക്റ്റ് ചെയ്യുകയോ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ ചെയ്യാതിരുന്നാൽ വരുന്ന കോംപ്ലിക്കേഷൻസിൽ ഒന്നാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിസ് റീജിയനിലുള്ള ആ ഇൻഫ്ലമേഷൻസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. രണ്ടാമത്തത് എബോഷൻസ്. ഒരു പക്ഷേ ഫീമെയിൽസിലാണെങ്കിൽ അത് ഒരു എബോഷനിലേക്ക് തന്നെ ലീഡ് ചെയ്യാം. പിന്നത്തതാണ് സ്റ്റിൽ ബർത്ത്. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് ഫീറ്റസ് തന്നെ അതിൻ്റെ ബർത്ത് കൊടുക്കുക. സോ ഒരു ഡെഡ് ഫീറ്റസിന് ബർത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റിൽ ബർത്ത് എന്ന് പറയുന്നത്. സോ മരിച്ച് പോയിട്ടുള്ള ഒരു ഫീറ്റസിന് ബർത്ത് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഡെഡ് ഫീറ്റസിന് ബർത്ത് അവരെ ജനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് സ്റ്റിൽ ബർത്ത്. അതുപോലെ എക്ടോപിക് പ്രഗ്നൻസി, അടുത്ത പ്രോബ്ലമാണ് എക്ടോപിക് പ്രഗ്നൻസിന്.
നോർമലി നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം എവിടെയാണ്? യൂട്രൈൻ കാവിറ്റി അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിലാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇംപ്ലാന്റേഷൻ എന്നാണ് പറയാം. സോ ഇതിന് വിപരീതമായിട്ട് യൂട്രൈൻ കാവിറ്റിക്ക് പുറത്തായിട്ട് ഈ ഇംപ്ലാന്റേഷൻ, ഈ ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അക്ടോപിക് പ്രഗ്നൻസി. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിന് പുറത്ത് എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാതെ ഈ ഫെർട്ടിലൈസ്ഡ് ഓവം പുറത്താവുമ്പോൾ യൂട്രസിന് അതിൻ്റേതായ ചേഞ്ചസുകൾ വരും. സോ എൻഡോമെട്രിയം, ആ പ്രഗ്നൻസിക്ക് വേണ്ടിയുള്ള എൻഡോമെട്രിയത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നു. അതാണ് എക്ടോപിക് പ്രഗ്നൻസി. മേ ബി നമ്മുടെ ഫെല്ലോപ്പിയൻ ട്യൂബിലും വേറെ സ്ഥലഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷേ ഈ ഫെർട്ടിലൈസ്ഡ് ഓവം ഇംപ്ലാന്റേഷൻ നടക്കാം. നമുക്കറിയാം നമ്മുടെ യൂട്രസിൻ്റെ അത്ര തന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒട്ടും തന്നെ ഇല്ലാത്തതാണ് ഈ പറഞ്ഞ ഫെല്ലോപ്പിയൻ ട്യൂബ്. സോ ട്യൂബുകളിലൊക്കെ ട്യൂബൽ പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നതാണ്. സോ ഔട്ട്സൈഡ് ദ യൂട്രൈൻ കാവിറ്റി അല്ലെങ്കിൽ എൻഡോമെട്രിയം നമ്മുടെ ഫീമെയിലിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, എസ്പെഷ്യലി ഈ പറഞ്ഞ ഫെല്ലോപ്പിയൻ ട്യൂബിലൊക്കെ ഇംപ്ലാന്റേഷൻ നടക്കുകയാണെങ്കിൽ അതൊക്കെ വിളിക്കുന്ന പേരാണ് അക്ടോപിക് പ്രഗ്നൻസി. അതൊരിക്കലും ഒരു ഫുള്ളി ബർത്ത് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ഫീറ്റസിലേക്ക് വഴിതെളിക്കില്ല. അവിടെ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ തന്നെ അപകടമാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കും. സോ അക്ടോപിക് പ്രഗ്നൻസി വരാം. പിന്നീട് ഇൻഫെർട്ടിലിറ്റി. മേ ബി ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഒരിക്കലും ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകളിൽ, റിപ്രൊഡക്റ്റീവ് ഏരിയാസിലൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ് വന്ന് അത് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഒരു ഇൻഫെർട്ടിലിറ്റി, ഒരു ഫെർട്ടൈലായിട്ടുള്ള ഒരു വുമണായിട്ടോ മേനായിട്ടോ മാറാൻ പറ്റാത്ത ലെവലിലേക്ക് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യാം. സോ ഒരിക്കലും ഒരു യങ് വണ്ണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്കുള്ള ഒരു ഡിസീസായിട്ട് മാറാം. പിന്നെ ക്യാൻസർ ഓഫ് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റ്. ഈ റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനും ഇത് കാരണമായേക്കാം. സോ ഇത്രയുമാണ് കോംപ്ലിക്കേഷൻസ്. ടൈംലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് അതിന് ടൈംലി ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ് വരിക. ഒന്ന് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, പെൽവിക് റീജിയനിലുള്ള അവിടുത്തെ ഇൻഫ്ലമേഷൻസ്. രണ്ടാമത്തത് എബോഷൻ സംഭവിക്കാം, സ്റ്റിൽ ബർത്ത്, ഡെഡ് ഫീറ്റസിന് ബർത്ത് കൊടുക്കേണ്ടി വരും. അക്ടോപിക് പ്രഗ്നൻസി, ഔട്ട്സൈഡ് ദ യൂട്രൈൻ കാവിറ്റി അല്ലെങ്കിൽ എൻഡോമെട്രിയം, അവിടെ ഇംപ്ലാന്റേഷൻ നടക്കാം. അല്ലെങ്കിൽ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആളായി മാറാം. അതുപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റുകളിൽ ക്യാൻസർ വരെ സംഭവിച്ചേക്കാം. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ടൈംലി ക്യൂറബിൾ അല്ലെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഈ വക കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ അത് ലീഡ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഇത് ടൈംലി തന്നെ ഡിറ്റക്ട് ചെയ്യണം, അതിനനുസരിച്ചുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ത്രെട്ട് തന്നെയാണ്. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭീഷണി തന്നെയാണ് എന്ത്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമ്മൾ പറയുന്നത് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു ഡിസീസ് വരാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും എയിം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് കെയർ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് കെയർ, എല്ലാത്തിൻ്റെയും എയിം, ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റിക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് എന്താണ്? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ്. സോ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് എന്താ? നമ്മൾക്ക് തീർച്ചയായിട്ടും വേണ്ടത് എന്താണ്? പ്രൈം കൺസിഡറേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരേ ഒരു കാര്യത്തിനാണ്, പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ. സോ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാനും അഥവാ ഉണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് ഏർലി ഡിറ്റക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനുള്ള പ്രോഗ്രാമുകളാണ് ഏറ്റവും പ്രൈം കൺസിഡറേഷനായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകളിൽ വരേണ്ടത്. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ ആൻഡ് ഏർലി ഡിറ്റക്ഷൻ. STDസിൻ്റെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുക, വരാതെ നോക്കുക, അതുപോലെ അത് എത്രയും പെട്ടെന്ന് ഏർലി ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ ക്യൂറബിൾ ആക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക. അതാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം. എന്നാൽ മാത്രമേ നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ത്രെട്ടായിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. സോ ഈ STDs എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏത് ആൾക്കാർക്കും വരാവുന്നതാണ്. എല്ലാ പേഴ്സൺസും ഈക്വലി ചാൻസ് ഉള്ളവരാണ്. എന്നാലും ഇതിൻ്റെ ഇൻസിഡൻസ് ലെവൽ ഹൈ ആയിട്ട് കൂടുതൽ കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 to 24 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പാണ്.
സോ 15 മുതൽ 24 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുകളിലാണ് ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഓഫ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കാണുന്നത്. എല്ലാവർക്കും വരാനുള്ള സാധ്യതയുണ്ട്, എല്ലാ പേഴ്സണിനും ഈക്വൽ ചാൻസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് എസ്പെഷ്യലി നമ്മൾ പറയുന്ന അഡോളസൻസിനോട് തൊട്ടുള്ള ആ ഏജിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുന്ന എക്സ്പെരിമെൻറ്റേഷൻ നടത്താനുള്ള ആ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ആപത്തുകളിലൊക്കെ ചെന്ന് പെടുന്നത്. സോ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ എഫക്റ്റ് ചെയ്യുന്നത് ഈ 15 to 24 ഇയേഴ്സ് ഓഫ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പക്ഷേ നമ്മളൊന്നുകൊണ്ടും ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നോ റീസൺ ടു ബി പാനിക്. നമുക്ക് ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല, വളരെ ഭീതിയുടെ ആവശ്യമില്ല. കാരണം ഇതിൽ പ്രിവെൻഷൻ നടക്കും. സോ പ്രിവെൻഷൻ ഈസ് പോസിബിൾ. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മാർഗ്ഗങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇതിന് പേടിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് നോക്കാം. സോ പ്രിവെൻഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഫസ്റ്റ് വൺ, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഒരിക്കലും നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പാർട്ട്ണറുമായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒന്നിലധികം പാർട്ട്നേഴ്സുമായിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒഴിവാക്കുക. കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ് അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. ഇതുകൂടിയാണ് ഏറ്റവും കൂടുതലായിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പകരാനുള്ള ഏറ്റവും വലിയ മാർഗം. രണ്ടാമത്തത്, ഓൾവേസ് യൂസ് കോണ്ടം യൂസിങ് കോയിറ്റസ്. എപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് എപ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് എന്താ? കോണ്ടംസ് യൂസ് ചെയ്യുക. സോ കോണ്ടംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസുകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ്, ഇൻ കേസ് ഓഫ് ഡൗട്ട്, എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ വൺ ഷുഡ് ഗോ ടു ദ ക്വാളിഫൈഡ് ഡോക്ടർ. ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ മൈനറായിട്ടുള്ള സിംറ്റംസ് ആയിക്കോട്ടെ, എന്ത് ചെറിയ തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നിയിട്ടോട്ടെ, അവർ തീർച്ചയായിട്ടും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിനെ കാണിക്കണം ഫോർ ഏർലി ഡിറ്റക്ഷൻ. എത്രയും പെട്ടെന്ന് ആ ഡോക്ടറിനെ കാണിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ആൻഡ് ദെൻ ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ് കിട്ടുക. ഇഫ് ഡയഗ്നോസ്ഡ് വിത്ത് ഡിസീസ് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. ഈ 3 മാർഗ്ഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. രണ്ടാമത്തെ മെത്തേഡ്, എപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്ത് കോണ്ടംസ് യൂസ് ചെയ്യുക. മൂന്നാമത്തെ മെത്തേഡ്, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒട്ടും തന്നെ മടിക്കാതെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ കാണുകയും അതിന് കൺസൾട്ടേഷൻ നടത്തുകയും എത്രയും പെട്ടെന്ന് അത് ഏർലി ഡിറ്റക്ഷൻ നടത്തുകയും വേണം. ഇൻ കേസ് ഡിസീസ് ഡയഗ്നോസ്ഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പർലി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം.